വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ബൈപ്പാസ് ഒന്നാംഘട്ട നിർമ്മാണത്തിന് ഉടൻ സാങ്കേതികാനുമതി നൽകി ടെൻഡർ നടപടികൾ വേഗത്തിലാക്കാമെന്ന് പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിന്റെ ഉറപ്പ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ തടസ്സങ്ങൾ നീക്കി പ്രവൃത്തി വേഗത്തിലാക്കാൻ മന്ത്രിതല യോഗം വിളിക്കും. നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസ് പരിശോധന. റെക്കോർഡ് റൂമിൽ ഫയലുകൾക്കുള്ളിൽ ഒളിപ്പിച്ച് 4700 രൂപ കണ്ടെടുത്തു. മലപ്പുറം പോലീസ് വിജിലൻസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ജില്ലാ ആശുപത്രി വികസനത്തിന് തടസ്സം നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം നിലമ്പൂരിന്റെ വികസന വിരോധികളാണെന്ന് നിലമ്പൂർ നഗരസഭാ ഭരണസമിതി ആരോപണം. രാഷ്ട്രീയ ജനാധിപത്യ മര്യാദയില്ലായ്മയാണ് കോൺഗ്രസ് കാണിക്കുന്നതെന്നും നഗരസഭാ ഭരണസമിതി. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിലിൽ നിന്നും ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ. കോഴിക്കോട് അവിടനല്ലൂർ സ്വദേശി തന്നിക്കോത്ത് മീത്തൽ സതീഷിനെയാണ് നിലമ്പൂർ പോലീസ് പിടികൂടിയത്. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞത് കാരണം നാട്ടുകാരുടെ ദുരിതയാത്ര. പരിഹാരം കാണാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സമരവുമായി നിലമ്പൂർ വികസന സമിതി. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ബൈപ്പാസ് ഒന്നാംഘട്ട നിർമ്മാണത്തിന് ഉടൻ സാങ്കേതികാനുമതി നൽകി ടെൻഡർ നടപടികൾ വേഗത്തിലാക്കാമെന്ന് പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിന്റെ ഉറപ്പ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ തടസ്സങ്ങൾ നീക്കി പ്രവൃത്തി വേഗത്തിലാക്കാൻ മന്ത്രിതല യോഗം വിളിക്കാമെന്നും വ്യക്തമാക്കി. മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ഉറപ്പുകൾ ലഭിച്ചതെന്ന് നിലമ്പൂർ MLA ആരടൻ ഷൗക്കത്ത് അറിയിച്ചു. ഇന്ന് സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ നിവേദനവും MLA സമർപ്പിച്ചു. നിലമ്പൂർ ബൈപ്പാസിന് 227 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. ഇതിൽ ആദ്യഘട്ട പൂർത്തീകരണത്തിന് 35 കോടി രൂപയുടെ സാങ്കേതികാനുമതിയാണ് തേടിയത്. ആദ്യഘട്ടത്തിന്റെ സാങ്കേതികാനുമതിയും ടെൻഡർ നടപടികളും വേഗത്തിലാക്കണമെന്ന ഉറപ്പാണ് ലഭിച്ചത്. 30 വർഷം മുമ്പ് ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി കുറവ് വരുത്തരുതെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടു. 12 വർഷത്തെ പലിശയും നൽകണമെന്ന് ആവശ്യം ഉന്നയിച്ചു. എടക്കര ബൈപ്പാസ് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് സാങ്കേതികാനുമതിക്കായുള്ള നടപടി വേഗത്തിലാക്കണമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. 2 കോടി രൂപയാണ് എടക്കര ബൈപ്പാസ് രണ്ടാം ഘട്ടത്തിനായി അനുവദിച്ചിട്ടുള്ളത്. ചന്തക്കുന്നിൽ നിന്നും വെളിയംതോട് വരെ CNG റോഡ് ഉയർത്തി വെളിയംതോടിൽ വെള്ളക്കെട്ടില്ലാതെ 5 കോടി രൂപ ചിലവിൽ നവീകരിക്കുന്ന പ്രവൃത്തിയും ഉടൻ ആരംഭിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും ആവശ്യം ഉന്നയിച്ചു. പൊതുമരാമത്ത് വകുപ്പ് നിലമ്പൂർ നഗരസഭയിൽ നിന്നും ഏറ്റെടുത്ത തൃക്കൈക്കുത്ത് പാലം അപ്രോച്ച് റോഡ് 1.80 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി വേഗത്തിൽ നൽകണം. മലയോര ഹൈവേ പൂക്കോട്ടുംപാടം മുണ്ടേരി റോഡിന്റെ 3ാം ഘട്ടം കാറ്റാടിക്കടവ് മുതൽ ചാത്തമുണ്ട വരെ 12 മീറ്ററായി പുനഃസ്ഥാപിച്ച് നിർമ്മിക്കുക. പുഞ്ചക്കൊല്ലി പാലത്തിന് 8.40 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി. കവളപ്പൊയ്ക ഇല്ലിക്കാട് പാലത്തിന്റെ 7.33 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി അടക്കമുള്ള 12 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ മന്ത്രിതല യോഗം വിളിക്കാമെന്ന ഉറപ്പും ലഭിച്ചതായും ആരടൻ ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസ് പരിശോധന. റെക്കോർഡ് റൂമിൽ ഫയലുകൾക്കുള്ളിൽ ഒളിപ്പിച്ച 4700 രൂപ കണ്ടെടുത്തു. മലപ്പുറം പോലീസ് വിജിലൻസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസ് പരിശോധന. 4700 രൂപ പിടിച്ചെടുത്തു. സംസ്ഥാനത്തെ രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ സെക്യൂർ ലാൻഡിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് CI ജ്യോതീന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ പരിശോധന നടത്തിയത്. രജിസ്ട്രാർ ഓഫീസിലെ ഫയൽ റൂമിൽ സൂക്ഷിച്ച ആധാരങ്ങളുടെ പകർപ്പിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. ഒരു ആധാരത്തിന്റെ കോപ്പിയിൽ നിന്ന് 3000 രൂപയും മറ്റൊരു ആധാരത്തിന്റെ കോപ്പിയിൽ നിന്ന് 1500 രൂപയും മറ്റൊന്നിൽ നിന്ന് 200 രൂപയുമാണ് കണ്ടെത്തിയത്. പണം അനധികൃതമായി വാങ്ങിയത് ഏത് ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടെത്താനായിട്ടില്ല. ജീവനക്കാരുടെ മൊബൈലിൽ പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശവും വിജിലൻസ് കണ്ടെത്തി. ജീവനക്കാരുടെ വാഹനങ്ങളിലും വിജിലൻസ് പരിശോധന നടത്തി. ഇന്നലെ വൈകുന്നേരം 4-ന് തുടങ്ങിയ പരിശോധന രാത്രി 6 വരെ തുടർന്നു. നിലമ്പൂർ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റർ
പ്രജീഷിന്റെ സാന്നിധ്യത്തിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. ASI ഷൈജുമോൻ, SCPO ധനേഷ്, CPO അഭിജിത്ത് ദാമോദർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ജില്ലാശുപത്രി വികസനത്തിന് തടസ്സം നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം നിലമ്പൂരിന്റെ വികസന വിരോധികളാണെന്ന് നിലമ്പൂർ നഗരസഭാ ഭരണസമിതി ആരോപണം. രാഷ്ട്രീയ ജനാധിപത്യ മര്യാദയില്ലായ്മയാണ് കോൺഗ്രസ് കാണിക്കുന്നതെന്നും നഗരസഭാ ഭരണസമിതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വന്ന ഉടനെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ബഹുമാന്യനായ രാജ്യസഭാ MP PV അബ്ദുൽ വഹാബിൻ്റെയും മുൻ MLA PV അൻവറിൻ്റെയും ഒരു കത്ത് മുനിസിപ്പാലിറ്റിക്കെതിരെ ഉണ്ടായി. അതായത് ആശുപത്രിയുമായി ചേർന്ന് കിടക്കുന്ന വിദ്യാലയം ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഏകദേശം 2-3 കോടി രൂപ ജില്ലാ പഞ്ചായത്ത് ചിലവാക്കും. അതുപോലെ തന്നെ പാസ്സായി കിടക്കുന്ന 2 കോടി രൂപയുടെ ബിൽഡിങ്ങിന് വേണ്ടി പാസ്സായി കിടക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊടുക്കും. അപ്പോൾ ഏകദേശം 4-5 കോടി രൂപയ്ക്ക് നല്ല രീതിയിൽ നമുക്കത് നിർമ്മിക്കാൻ ആവശ്യമാകും എന്നുള്ള അവരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ പറയുന്ന വഹാബ്കായെയും അതേപോലെ തന്നെ PV അൻവറിനെയും നേരിട്ട് ചെയർമാൻ എന്നുള്ളതിൽ കാണുകയും ഇപ്പം ആ നിലമ്പൂർ LP സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏകദേശം 300 ചില്ലാനം വിദ്യാർത്ഥികളാണ്. അതിൽ ഏകദേശം 80-60 കുട്ടികൾ വരുന്നത് നമ്മുടെ കോവിലകത്ത് മുറിയിൽ നിന്നും, ബാക്കി കുട്ടികളെല്ലാം തന്നെ പോകുന്നത് നമ്മുടെ കല്യാൺപാടത്തു നിന്നും നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന പ്രദേശങ്ങളിലാണ്. അപ്പം തീർച്ചയായും ഈ കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്യുക അതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അങ്ങനെ അത് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിക്കുത്ത് സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരു 4 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് ആ വിദ്യാലയത്തിന് വേണ്ട സ്കൂൾ കെട്ടിടം ഇവിടെ നിർമ്മിക്കാനും ഇനി കോവിലകത്ത് മുറിയിൽ വരുന്ന വിദ്യാർത്ഥിനികൾക്ക് MLA അല്ലെങ്കിൽ MP ഫണ്ട് വെച്ചുകൊണ്ട് ബസ് വാങ്ങി അവരെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് ചെയർമാൻ എന്നുള്ള നിലയിൽ അഭ്യർത്ഥിച്ചപ്പോൾ അവർ രണ്ടുപേരും സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ കൂടി ഉടനെ തന്നെ കൗൺസിൽ കൂടി ആ വിദ്യാലയം പൂർണ്ണമായിട്ടും ആരോഗ്യ വകുപ്പിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് 29/10/2021 ഈ കൗൺസിൽ കൂടുന്നത്. ഈ കൗൺസിൽ യോഗത്തിൽ ഇതിനെ എതിർത്ത് വിയോജനക്കുറിപ്പ് ഇറക്കിയ ആളുകളുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ പാലോളി മെഹബൂബ് അടക്കമുള്ള അത് അദ്ദേഹം എഴുതി കൊടുത്തതിൻ്റെ കോപ്പിയാണ്. അദ്ദേഹം എഴുതി ഒപ്പിട്ട് വിയോജനക്കുറിപ്പ് ചെയ്ത കോപ്പിയാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് തൊട്ടടുത്തുള്ള വിദ്യാലയത്തിലെ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുമായി LDF ഗവൺമെന്റും നിലമ്പൂർ നഗരസഭാ ഭരണസമിതിയും മുന്നോട്ട് പോയപ്പോൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് കൗൺസിലർമാർ പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ വിയോജനക്കുറിപ്പ് നൽകിയവരാണ്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ LDF ഗവൺമെന്റ് NHM പദ്ധതിയിൽ 89 ലക്ഷം രൂപ ചിലവഴിച്ച് OP ബ്ലോക്ക് ഉദ്ഘാടന പ്രവൃത്തിയുടെ സദസ്സിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ വിശദീകരിച്ച് സംസാരിക്കുമ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചത് രാഷ്ട്രീയ ജനാധിപത്യ മര്യാദയില്ലായ്മയാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിൽ വളരെ കാലം MLAയും മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദിനോ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ഷൗക്കത്തിനോ ഒരു സിറിഞ്ച് പോലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ആരോപിച്ചു. മുൻ MLA PV അൻവറും രാജ്യസഭാ MP PV അബ്ദുൽ വഹാബും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് LDF നിലമ്പൂർ നഗരസഭാ നേതൃത്വം GMUP സ്കൂളിലെ സ്ഥലം വിട്ടു നൽകാൻ തീരുമാനിച്ചത്. വകുപ്പ് തല യോഗങ്ങൾ നടക്കുകയും തുടർ പ്രവർത്തനങ്ങൾ നഗരസഭാ ഭരണസമിതി ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും നഗരസഭാ ചെയർമാൻ മാട്ടമ്പൽ സലീം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിലിൽ നിന്നും ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ. കോഴിക്കോട് അവിടനല്ലൂർ സ്വദേശി തന്നിക്കോത്ത് മീത്തൽ സതീശനെയാണ് നിലമ്പൂർ പോലീസും ഡൻസാഫും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ 5 രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ സതീശൻ ബാറിലെ ജോലിക്കാരനായി 2 ആഴ്ച മുൻപാണ് നിലമ്പൂരിലെത്തിയത്. ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള ഭണ്ഡാരം പൊളിച്ച് 25,000 രൂപയാണ് പ്രതി കളവ് ചെയ്തത്. പുലർച്ചെ മേൽശാന്തി നട തുറക്കാനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് നിലമ്പൂർ DYSP സാജു K അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം CI സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ
നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം CCTV-കൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെ മഞ്ചേരിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. മോഷണം നടന്ന് 2 ദിവസം കൊണ്ട് പ്രതിയെ പിടിക്കാൻ അന്വേഷണ സംഘത്തിലായി. വയനാട്ടിൽ ബീവറേജ് ഷോപ്പ് കുത്തിപ്പൊളിച്ച് മദ്യക്കുപ്പികൾ കവർന്ന സംഭവത്തിൽ മാനന്തവാടി ജയിലിലായിരുന്ന പ്രതി 2 മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത്. വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച് മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി. പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിലമ്പൂർ മാരിയമ്മൻ കോവിലില് കഴിഞ്ഞ ദിവസം ഭണ്ഡാരം പൊളിച്ച് പണം മോഷ്ടിച്ചിട്ടുള്ള കള്ളനെ നമ്മൾ പിടികൂടിയിട്ടുണ്ട്. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള സതീശൻ എന്ന് പറയുന്ന ആളാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത്. മോഷണം നടത്തി ഇവിടുന്ന് തിരൂര്, കോഴിക്കോട്, വയനാട് പ്രദേശങ്ങളിൽ കറങ്ങി നടക്കുമായിരുന്നു. ഇന്ന് രാവിലെ മഞ്ചേരിയിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിന് മുമ്പ് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ട്. അവിടെ കാപ്പ ചുമത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് അറിവായിരുന്നു. മുമ്പ് ജയിലിൽ കടന്നിട്ടുണ്ട്. ഇപ്പോൾ 1.5 മാസമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇത് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നു. ഒപ്പം തന്നെ CCTV-യുടെ സഹായം, അമ്പലത്തിലും CCTV ഉണ്ടായിരുന്നു. അതുപോലെ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള CCTV-യിൽ നിന്ന് നമുക്ക് വിഷ്വൽസ് കിട്ടിയിരുന്നു. ഈ പ്രതിക്ക് മുൻപ് കുറ്റങ്ങളുള്ളത് കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഞങ്ങൾ മോഷണം നടന്ന അന്ന് തന്നെ ഈ പ്രതിയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നു. SI ജിഷ്ണുരാജ്, CPO ചിന്തു പ്രശാന്ത്, ഡാൻസഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആസിഫ് അലി, T നിബിൻദാസ്, ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. നിലമ്പൂർ മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ പിടിക്കാൻ സാധിച്ചതിൽ പോലീസിനെ പ്രശംസിച്ച് ക്ഷേത്ര ഭാരവാഹികൾ. കഴിഞ്ഞ 2 ദിവസം മുൻപ് ഏകദേശം 5-ാം തീയതി രാത്രി 10 മണിക്ക് ശേഷം നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ കള്ളൻ പ്രവേശിക്കുകയും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ശ്രീകോവിലിന്റെ മുൻപിലുള്ള ഭണ്ഡാരം പൊളിച്ച് പണം കവരുകയും ചെയ്തു. 6-ാം തീയതി രാവിലെ ഞങ്ങളെ മേശാന്തി അടക്കമുള്ളവർ രാവിലെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോഴാണ് ഭണ്ഡാരം പൊളിച്ചത് കാണുന്നത്. അപ്പൊ തന്നെ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളെ ഈ വിവരങ്ങൾ അറിയിക്കുകയും ഞങ്ങൾ അടിയന്തരമായി നിലമ്പൂർ CII ശ്രീ സുനിൽ പുളിക്കലുമായി ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അടിയന്തരമായി ക്ഷേത്രത്തിലെത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. അന്ന് തന്നെ ഉച്ചയ്ക്ക് മുൻപായി കൊണ്ട് തന്നെ മലപ്പുറത്ത് നിന്ന് ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലാട വിദഗ്ധരും എല്ലാം വന്നുകൊണ്ട് അടിയന്തരമായി തെളിവുകൾ ശേഖരിക്കുകയും അതുമായി തന്നെ ഇന്നലെയും ഇന്നുമായി നിലമ്പൂർ സ്റ്റേഷനിലെ പോലീസുകാരും മലപ്പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും ശ്രീ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അടിയന്തര തെരച്ചിലുകളിലും എൻക്വയറി നടത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഉച്ചയോടുകൂടി കള്ളൻ നേർന്ന പ്രതിയെ പിടിക്കുകയും ഇപ്പോൾ നിലമ്പൂർ സ്റ്റേഷനിൽ പോലീസ് സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള ടീം പ്രതിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും ക്ഷേത്രത്തിൽ അവൻ എങ്ങനെ പ്രവേശിച്ചു, എന്തെല്ലാം ചെയ്തു എന്നുള്ള പൂർണ്ണമായ തെളിവെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലമ്പൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നടന്നതെങ്കിലും നിർഭാഗ്യവശാലാണ് ആ സംഭവം നടന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നിലമ്പൂർ പോലീസിന് 1-1.5-2 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നിലമ്പൂർ പോലീസിന് അത് തെളിയിക്കുവാനും കള്ളനെ പിടിക്കുവാനും സാധിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുടെ കൂടെ തന്നെ നിലമ്പൂരിലെ മുഴുവൻ നിവാസികൾക്കും നിലമ്പൂരിലെ മൊത്തം ജനങ്ങൾക്കും വേണ്ടി ശ്രീ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അതുപോലെ ആശംസകളും അറിയിക്കുന്നു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് P സ്വാമി, സെക്രട്ടറി MK ബാലകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങളായ K കുശലൻ, M രാധാകൃഷ്ണൻ, B ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞത് കാരണം നാട്ടുകാരുടെ ദുരിതയാത്ര. പരിഹാരം കാണാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സമരവുമായി നിലമ്പൂർ വികസന സമിതി. നിലമ്പൂർ നഗരസഭയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അധീനതയിലുള്ള നിലമ്പൂരിലെ മിക്ക റോഡുകളും തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായ സാഹചര്യത്തിലാണ് നിലമ്പൂർ വികസന സമിതി സമരവുമായി എത്തിയത്. കുളമില്ലാത്തൊരു റോഡ് എവിടെ?
വാഗ്ദാനങ്ങൾ പലതും നൽകി വിഡ്ഢികളാക്കി ജനങ്ങളെ മജീഷ്യനും മൈൻഡ് ഡിസൈനറുമായ RK മലയത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയോ, ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ MGR മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവിടെ ബഡ്ജറ്റ് ചർച്ച നടക്കുകയാണ് അസംബ്ലിയിൽ. പ്രതിപക്ഷ നേതാവ് കരുണാനിധിയാണ്. കരുണാനിധി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഈ സംസ്ഥാനത്തിന് ഇതിലും വലിയ പുരോഗതിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന് വെറും 7ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ എന്ന്. മറുപടി പ്രസംഗത്തിൽ MGR പറഞ്ഞു, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഒരു തെറ്റുപറ്റി, ഞാൻ വെറും 4ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് വിമർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം ഏത് രീതിയിലാണ് അതിനെ നേരിട്ടത് എന്ന്. അങ്ങനെ നേരിടുന്നതിന് പകരം നമ്മളെ നേരെ വടിയെടുക്കുക, നമ്മളെ മോശക്കാരാക്കി ചിത്രീകരിക്കുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും ഇതിൽ അറിയിച്ചിരിക്കില്ലല്ലോ. പക്ഷെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരുണ്ട്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അത്യാവശ്യം ധൈര്യമുണ്ട്, ആത്മവിശ്വാസമുണ്ട്, തൊലിക്കട്ടിയുമുണ്ട്, പ്രത്യേകിച്ചും ആമൂട്ടിയുടെ നേതൃത്വത്തിൽ. അതുകൊണ്ട് ഞങ്ങളിത് സധൈര്യം എന്ത് തന്നെ പറഞ്ഞാലും ശരി ഇതിനെതിരെ ചൂണ്ടുക തന്നെ ചെയ്യും. നമ്മുടെ MLA നിലമ്പൂർ നഗരസഭയിലെ മിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ്. കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകടകരമായ അവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ പൊതുമരാമത്ത് റോഡ്സ് കാര്യാലയത്തിന്റെ മുൻപിൽ നിന്നും പ്രതിഷേധം ആരംഭിച്ചത്. KNG റോഡിന്റെ ദുരിതമായ അവസ്ഥ, ബൈപ്പാസ് റോഡ് ഇല്ലാത്ത സാഹചര്യം, തൃക്കേക്കുത്ത് പാലം പണി കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാത്ത സാഹചര്യം, നിലമ്പൂർ റെയിൽവേ അണ്ടർപാസ് അടച്ചത് കാരണം ജനങ്ങളുടെ യാത്രാ ദുരിതം, ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചായിരുന്നു സമരം. നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം വരെ സമരം നീണ്ടു. അഹമ്മദ് കുട്ടി കാപ്പിൽ അധ്യക്ഷനായി. റഹ്മത്തുള്ള മൈലാടി സ്വാഗതവും CP ബോബി നന്ദിയും പറഞ്ഞു. വിനോദ് P മേനോൻ, സുരേഷ് മങ്ങാട്ട് തൊടിക, U നരേന്ദ്രൻ, KRC നിലമ്പൂർ, ജോഷ കോശി, നൌഷാ തടത്തിൽ, സുരാജ് നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. നാട് പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ സ്വജീവൻ പോലും നോക്കാതെ രക്ഷയ്ക്കെത്തിയ കേരളത്തിന്റെ സ്വന്തം സൈന്യമായ മത്സ്യത്തൊഴിലാളികൾക്കായി എന്തു ചെയ്താലും അധികമാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരദേശത്ത് വേലിയേറ്റ മേഖലയിൽ നിന്നും 50 മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിത വാസസ്ഥലം ഒരുക്കുന്ന സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി പ്രകാരം നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിലെ ഉണ്ണിയാലിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാക്കേജിൻ്റെതായ നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ സംസ്ഥാനം സമർപ്പിച്ചിരുന്നു. പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ തന്നെ ഈ കാര്യത്തിലും വേണ്ട പരിഗണന ലഭിച്ചില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിമിതമായ വിഭവശേഷി വെച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിച്ചു പോകുന്നത്. വലിയ കടൽ തീരമുള്ളതുകൊണ്ട് തന്നെ കേരളത്തിലെ കടൽ പല ഭാഗത്തും കരയെടുക്കുന്നു. കടലാക്രമണം നേരിടുന്ന പ്രശ്നവുമുണ്ട്. ഇതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്തിന്റെ വിഭവശേഷി കൊണ്ട് മാത്രം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന്റെ സഹായം ആവശ്യമാണ്. തീരദേശ സംരക്ഷണത്തിനായി തീരദേശ സംരക്ഷണ പാക്കേജ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നുവെങ്കിലും പല കാര്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ വേണ്ട പരിഗണന ലഭിച്ചില്ല. സംസ്ഥാനത്തിന്റെ പരിമിതമായ വിഭവശേഷി വെച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതൊരു തൊഴിൽ എടുക്കുന്നയാൾക്കും മാന്യമായ വേതനം ലഭിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. എന്നാൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ദാരിദ്ര്യം വിട്ടുപോകാത്ത സാഹചര്യമാണുള്ളത്. അവശത അനുഭവിക്കുന്ന വിഭവങ്ങൾ എന്ന നിലയിൽ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് പാരിസ്ഥിതിക അനുമതി ലഭിക്കാൻ കാലതാമസം ഉണ്ടായെങ്കിലും സമയബന്ധിതമായ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു. സാംസ്കാരിക യുവജന കാര്യവകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചോനത്ത് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഫ്ളാറ്റുകളുടെ താക്കോൽ ഗുണഭോക്താക്കൾക്ക് കൈമാറി. നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ PKM ഷാഫി, മത്സ്യഫെഡ് ഭരണസമിതി അംഗവും നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PP സെയ്തൽവി, നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ,
താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാസർ പോളോട്ട്, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പ്രേമ, തിരൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ഇ ജയൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉത്തരമേഖല ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ബി കെ സുധീർ കിഷൻ സ്വാഗതവും മലപ്പുറം ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ആഷിഖ് ബാബു നന്ദിയും പറഞ്ഞു. താനൂർ ഫിഷറി സ്കൂളിനെ സ്പോർട്സ് സ്കൂളാക്കി മാറ്റുമെന്ന് കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. സർക്കാരിന്റെ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി താനൂർ ഉണ്ണിയാലിൽ നിർമ്മിച്ച ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയിലെ തന്നെ ആദ്യത്തെ സ്പോർട്സ് സ്കൂളായി ഇത് മാറും. ഫിഷറീസ് സ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചു. വാന നിരീക്ഷണ കേന്ദ്രം പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാവും. ഉണ്ണിയാലിലെ ടൂറിസം പദ്ധതി പൂർത്തീകരിച്ചു. തീരദേശത്തെ വൃക്കരോഗികൾക്ക് ആശ്വാസമായി താനൂർ താലൂക്ക് ആശുപത്രിയിൽ ഉടൻ തന്നെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കും. ഉണ്ണിയാലിലെ പുതിയ പാലത്തിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. പാലം നിർമ്മാണം ഉടൻ തുടങ്ങും. താനൂരിൽ മത്സ്യഗ്രാമം പദ്ധതി ഉടൻ പൂർത്തിയാകും. പുനർഗേഹം പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയവരിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചു. അവർ സ്വന്തമായി സ്ഥലം വാങ്ങി വീട് വെച്ചു. ബാക്കിയുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഭൂരഹിത ഭവനരഹിതർക്ക് കൈമാറുന്നത്. ഇതോടെ കടലാക്രമണം എന്ന ദുരിതം നേരിടുന്നവർക്ക് സുരക്ഷിതമായ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇതെന്നും അതിനാൽ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ഭവന സമുച്ചയത്തെ പരിപാലിച്ചു പോകണമെന്നും മന്ത്രി പറഞ്ഞു. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ശോഭിക വെഡിങ്സ്. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027. ക്രിസ്റ്റൽ ജ്വൽസ് ഒരുക്കുന്നു അതിനൂതനവും സുന്ദരവുമായ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം, ഒപ്പം അതിശയിപ്പിക്കുന്ന ഓഫറുകളും. ക്രിസ്റ്റൽ ജ്വൽസ്, ദ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, മഞ്ചേരി, നിലമ്പൂർ, ഗൂഡല്ലൂർ. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. പഴയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ? എന്തിന്? ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ. പഴയത് നൽകൂ, പുതിയത് സ്വന്തമാക്കൂ. സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെയില്ലെങ്കിലും അത് മാറ്റി പുതിയ 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സുവർണാവസരം. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തിയ വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു. പകരം BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ. ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം. സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും, പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ്. മലബാർ ജ്വല്ലറി, നിയർ പോലീസ് സ്റ്റേഷൻ, മെയിൻ റോഡ്, നിലമ്പൂർ.
ഫോൺ 224 908 225 916. വാർത്തകൾ തുടരുന്നു. ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടക്കുന്ന പരേഡിൽ റവന്യൂ മന്ത്രി കെ രാജൻ പതാക ഉയർത്തും. മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭംഗിയായിട്ട് പരേഡ് നടത്തുന്നതുള്ളൂ. പരേഡ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കണം. പിന്നെ ഇവിടെ വെച്ച് നമ്മൾ പരിശീലനം ഉണ്ടല്ലോ, 3 ദിവസത്തെ പരിശീലനം നമ്മുടെ പരേഡ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടെത്തിയ ഒരു പ്രശ്നം, ചായ കുടിക്കാൻ കൊടുത്ത ഗ്ലാസുകളടക്കം കുട്ടികൾ ചവിട്ടി കൂട്ടിയുന്ന ഒരു പരാതിയുണ്ട്. അങ്ങനെ ഒരു ബിഹേവിയർ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന്. കഴിഞ്ഞ പ്രാവശ്യം അതിന് 100-200ഓളം ഗ്ലാസുകൾ തന്നെ സ്റ്റീൽ ഗ്ലാസ് നശിപ്പിക്കുക. അപ്പൊ MSP ഗ്രൗണ്ടിലെ അവിടെ CCTV സംവിധാനമൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അതല്ലേ നമ്മളതിനെപ്പറ്റി പിന്നെ നോക്കണ്ട. കുട്ടികളായതുകൊണ്ട് അതൊക്കെ കുട്ടികളോട് ആദ്യമേ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയാം, പ്രോപ്പറായിട്ട് ബിഹേവ്. വേസ്റ്റ് ഡിസ്പോസൽ തുടങ്ങിയ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. MSP അസിസ്റ്റന്റ് കമാൻഡന്റ് പരേഡ് കമാൻഡറാകും. പരേഡിൽ സായുധ പോലീസ്, MSP, പ്രാദേശിക പോലീസ്, റിസർവ് പോലീസ്, എക്സൈസ്, വനിതാ പോലീസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിവിധ പ്ലാറ്റൂണുകൾ അണിനിരക്കും. മലപ്പുറം നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന പ്രഭാതപേരിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. രാവിലെ 7:15 സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രഭാതപേരി പെരിന്തൽമണ്ണ റോഡിലൂടെ MSP പരേഡ് ഗ്രൗണ്ടിലെത്തും. രാവിലെ സിവിൽ സ്റ്റേഷനിലുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മന്ത്രി പരേഡ് ഗ്രൗണ്ടിലെത്തുക. തുടർന്ന് പതാക ഉയർത്തും. വിവിധ സേനകളുടെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. പരേഡിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടാകും. പ്രഭാതപേരിയിൽ മികച്ച പ്രകടനം നടത്തുന്ന ടീമിനും പരേഡിലെ മികച്ച സേനാ വിഭാഗത്തിനും സമ്മാനം നൽകും. പരേഡിൽ പങ്കെടുക്കുന്ന സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 11, 12 തീയതികളിൽ വൈകുന്നേരം 3-ന് MSP ഗ്രൗണ്ടിൽ പരിശീലനം നൽകും. 13-ന് ഡ്രസ് റിഹേഴ്സൽ നടക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ADM NM മെഹറലി, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്കും വീട്ടമ്മമാർക്കും തൊഴിൽ ലഭ്യമാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ നിലമ്പൂർ മുനിസിപ്പൽ തല ജോബ് സ്റ്റേഷൻ സംസ്ഥാന കൺസൾട്ടന്റ് ഡോക്ടർ P. സരിൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ യജ്ഞമെന്നും ആരോഗ്യ മേഖലയിൽ ആർദ്രമെന്നും ഒക്കെ പേരിട്ട് വിളിച്ച് കൃത്യമായി ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹികമായിട്ടുള്ള ശുചിത്വവും അതിനപ്പുറമുള്ള പരിസരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ബോധ്യങ്ങളും ഒക്കെ കൊണ്ടുവരികയും പിന്നെ അടിസ്ഥാന പാർപ്പിട പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കുമെന്ന് നമുക്കറിയാം. ആ മാറ്റിയെടുക്കലിന് കൃത്യമായ പരിധി നിശ്ചയിച്ച് നമ്മളെ സാമ്പത്തികമായി ബാധിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ സാമ്പത്തിക മോഡലിന് ഒരു ബദൽ വേണമെന്ന തിരിച്ചറിവാണ് 2ാം പിണറായി സർക്കാർ എന്ന് പറയുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഓഫീസിൽ സജ്ജമാക്കിയിട്ടുള്ള ജോബ് സ്റ്റേഷനിൽ തൊഴിൽ രഹിതരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒഴിവു ദിനങ്ങളിൽ ഒഴികെ എല്ലാ ദിവസവും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. നിലമ്പൂരിലെ തൊഴിൽ രഹിതർക്ക് വേണ്ടി സെപ്റ്റംബറിൽ വിപുലമായ തൊഴിൽമേള സംഘടിപ്പിക്കും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UK ബിന്ദു എന്നിവർ സംസാരിച്ചു. നൌഫൽ പദ്ധതി വിശദീകരണം നടത്തി. K. അരുൺകുമാർ സ്വാഗതവും CDS ചെയർപേഴ്സൺ വസന്ത നന്ദിയും പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം P. ഉബൈദുള്ള MLA നിർവഹിച്ചു. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെ നടക്കുന്ന ഖാദി മേളയിൽ 30% കോട്ടൺ, സിൽക്ക്, റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാം. 13,000-ഓളം വരുന്ന തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട്
ഉപജീവനം കഴിക്കുന്നുണ്ട്. അപ്പം ഇത് ഖാദി ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുക എന്നത് നമുക്ക് നല്ല വസ്ത്രം ഉപയോഗിക്കാം, അതുപോലെ ഖാദിയുടെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന 10,000-കണക്കായ കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം പകരുന്ന നടപടി കൂടിയാണ് ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. ഓണം പ്രമാണിച്ച് നടത്തുന്ന സമ്മാന പദ്ധതിയിൽ ഓരോ 1000 രൂപ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും. മെഗാ സമ്മാനമായി ഇലക്ട്രിക് കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, 5000 രൂപയുടെ 50 ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും ആഴ്ചതോറും 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ക്രെഡിറ്റ് വ്യവസ്ഥയിൽ 1 ലക്ഷം രൂപ വരെ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാം. മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗവും മുൻ എംപിയുമായ എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. പി റഷീദ് മേൽമുറി ആദ്യ വിൽപ്പനയും സമ്മാന കൂപ്പണും ഏറ്റുവാങ്ങി. മലപ്പുറം നഗരസഭാ കൌൺസിലർ സുരേഷ് മാസ്റ്റർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ്, കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി എം കെ ശ്യാമപ്രസാദ്